ഇത് 2020 ചോദിച്ച ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിയലൈസ് ദ ലോജിക് എക്സ്പ്രഷൻ യൂസിങ് നാൻഡ് ഗേറ്റ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻ ടേംസുകളാണ് തന്നിരിക്കുന്നത്. സമ്മേഷൻ, സ്മോൾ ടേം, മിൻ ടേംസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ കെ മാപ്പ് വരയ്ക്കുകയാണ്. 4 വേരിയബിൾ ആണ്, കാരണം മാക്സിമം 15 ആണ് വരുന്നത്. ഇപ്പോൾ 15 വേണമെങ്കിൽ നമുക്ക് 4 വേരിയബിൾസ് വേണം. 2⁴ 16 അല്ലേ. 0 മുതൽ 15 വരെയുള്ള മിൻ ടേംസുകൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 വേരിയബിൾ വേണം. സോ ഞാനൊരു 4 വേരിയബിൾ കെ മാപ്പ് വരച്ചു. ഇത് കറസ്പോണ്ടിങ് പൊസിഷൻസ് ഞാൻ ഡെസിമലിലുള്ള അതിൻ്റെ പൊസിഷൻസ് എഴുതിയെന്നുള്ളൂ. 0 1 ഇവിടെയാണ് 2 വരിക, 2 3 4 5 6 7, പിന്നെ 8 താഴെയാണ് വരിക, 8 9 10 11 12 13 14 15. അല്ലെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് 2 ടേബിളൊക്കെ വരച്ച് എഴുതേണ്ടി വരും. കുറേ ടൈം കൺസ്യൂമിങ് ആണ്. സോ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. 0 1 2 3 4 5 6 7, പിന്നെ താഴെ 8 9 10 11 12 13 14 15. ഓക്കെ, ഗ്രേ കോഡ് അനുസരിച്ച് അഡ്ജസ്റ്റൻറ്റ് സെല്ലുകൾ എഴുതുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി മിൻ ടൈംസുകൾ മാർക്ക് ചെയ്യുക. 1ൽ മിൻ ടൈം ഉണ്ട്. സോ ഇവിടെ 1 മാർക്ക് ചെയ്തു. 3ലുണ്ട്, 5ലുണ്ട്, ദെൻ 8ലുണ്ട്, 11ലുണ്ട്, 12ലുണ്ട്, 14ലുണ്ട്, 15ലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പൊസിഷനിലൊക്കെ ഉള്ളത് സീറോസ് ആണ്. അപ്പോൾ ഞാൻ 1s മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ഗ്രൂപ്പുകൾ ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല, പിന്നെ 2 ഗ്രൂപ്പുകളേ ഉള്ളൂ. അപ്പം 2 ഗ്രൂപ്പുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതൽ ഗ്രൂപ്പുകൾ വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്ന ഗ്രൂപ്പിംഗ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഞാൻ ഈ 2 വണ്ണിനെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഈ 2 വണ്ണിനെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഈ വണ്ണിനെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ വേറെ കോമ്പിനേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ടേമുകൾ വരും. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 വേരിയബിൾ ഗ്രൂപ്പിംഗ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളെങ്കിലും നമ്മൾ മിനിമം നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ടേമുകൾ വരുന്ന രീതിയിൽ എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലാണ് കിട്ടുക എന്നുള്ളത് കെ മാപ്പ് നിങ്ങൾ വരച്ചതിന് ശേഷം ഒന്ന് ആലോചിക്കണം. എന്നിട്ട് അതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. സോ ഫൈനൽ എക്സ്പ്രഷൻ F = ഞാൻ ആദ്യം ഈ ഗ്രൂപ്പിൻ്റെ എഴുതുകയാണ്. ഇതിലാണ് ചേഞ്ച് വരുന്നത്, ക്യാൻസലായി, പിന്നെ എ മാത്രമേ ഉള്ളൂ. സോ എ ഇവിടെ 2ലും 0 ആണ്. സോ C ബാർ D ബാർ പ്ലസ് അടുത്തത് ഇവിടെ ചേഞ്ച് വരുന്ന ബിക്കാണ്. ബി ക്യാൻസലായി, പിന്നെ എ മാത്രമേ ഉള്ളൂ. എക്ക് 0 ആണ്. സോ എ ബാർ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ C 0 ആണ്, D 1 ആണ്. സോ C ബാർ D പ്ലസ് അടുത്ത ഞാൻ ഈ ഗ്രൂപ്പാണ് നോക്കുന്നത്. ഈ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 0 0യും 1 0 ആണ്. സോ എ ടൈം ക്യാൻസലായി പോവും, പിന്നെ ബി ടൈം മാത്രമേ ഉള്ളൂ. ബി 0 ആണ്. സോ ബി ബാർ. പിന്നെ സിയും ഡിയും 1 ആണ്. സോ സി ഡി ആശ്രയിച്ച് അതേപോലെ. ഇനി അടുത്തത് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് റോ 1 1 വരുന്നത്, ഗ്രൂപ്പിംഗ് ഒന്നുമില്ല. സോ എ ബി. ഇവിടേക്ക് വരികയാണെങ്കിൽ ഡിക്ക് ചേഞ്ച് വരുന്നുണ്ട്. ഡി ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. സോ ഡി ടൈം ക്യാൻസൽ ആവും, പിന്നെ സി മാത്രമേ ഉള്ളൂ. സോ സി. സോ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ടൈം വരിക. എ സി ബാർ ഡി ബാർ പ്ലസ് എ ബാർ സി ബാർ ഡി പ്ലസ് ബി ബാർ സി ഡി പ്ലസ് എ ബി സി. ഇനി ഈ എക്സ്പ്രഷൻ്റെ അകത്ത് ഇത് നിങ്ങൾ ഇതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർ ഓപ്പറേഷൻ വരുന്നുണ്ട്, ആൻഡ് ഓപ്പറേഷൻ വരുന്നുണ്ട്, നോട്ട് ഓപ്പറേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് യൂസിങ് നാൻഡ് ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫ് മാർക്ക് കിട്ടും. അതായത് ഇപ്പോൾ 5 മാർക്കാണെങ്കിൽ 2.5 മാർക്ക് ഇതിന് കിട്ടി. ഇനി ബാക്കി 2.5 മാർക്ക് കിട്ടണമെങ്കിൽ നാൻഡ് ഗേറ്റിലുള്ള ഇതിൻ്റെ റിയലൈസേഷൻ നിങ്ങൾ ചെയ്യണം. അപ്പം ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനെ എങ്ങനെ നാൻഡ് ഗേറ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം.
ഇപ്പം നാൻഡ് ഗേറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. എ ബി നിങ്ങൾ ഇൻപുട്ടിൽ കൊടുക്കുകയാണെങ്കിൽ എ ഡോട്ട് ബി ബാറാണ് നാൻഡ് ഗേറ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ എക്സ്പ്രഷൻ്റെ ഡബിൾ ബാർ എടുക്കുക. ഇപ്പോൾ ഇവിടെ എഫ് ആണെങ്കിൽ എഫിനെ ഡബിൾ ബാർ ചെയ്യുക. എഫിനെ ഡബിൾ ബാർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമോ? ഇല്ലല്ലോ. ഒരു വേരിയബിളിനെ ഞാൻ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ ഒന്നും കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ റിസൾട്ട് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ്റെ ഡബിൾ കോംപ്ലിമെൻറ്റ് എടുക്കുന്നു. സോ ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എ സി ബാർ ഡി ബാർ പ്ലസ് എ ബാർ സി ബാർ ഡി പ്ലസ് പി ബാർ സി ഡി പ്ലസ് എ ബി സി, ഇതിനെ ഞാൻ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ അകത്തെ ഈ താഴത്തെ കോംപ്ലിമെൻറ്റിൻ്റെ ടൈമില്ലേ ഈ സെക്ഷൻ, ഇതിൽ ഞാൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. സോ മുകളിലത്തെ ബാർ ഞാൻ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. താഴെ ഞാൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാണ്. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് എന്താ? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ബാർ എന്ന് പറയുന്നത് എന്താ? എ ബാർ ഡോട്ട് ബി ബാർ ഡോട്ട് സി ബാർ ആണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ ഞാൻ മുകളിലത്തെ കോംപ്ലിമെൻറ്റ് അതേപോലെ നിർത്തിയിട്ട് താഴെ മാത്രം താഴത്തെ കോംപ്ലിമെൻറ്റ് ഈ വേരിയബിളിനോട് ചേർന്നിരിക്കുന്ന താഴത്തെ കോംപ്ലിമെൻറ്റിൽ മാത്രം ഞാൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാണ്. സോ എനിക്ക് എന്ത് കിട്ടും? എ സി ബാർ ഡി ബാർ ഹോൾ ബാർ ഡോട്ട് എ ബാർ സി ബാർ ഡി ഹോൾ ബാർ ഡോട്ട് ബി ബാർ സി ഡി ഹോൾ ബാർ ഡോട്ട് എ ബി സി നീട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം നമ്മളെന്താ ചെയ്തത്? നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടിയ എക്സ്പ്രഷനെ ഞാൻ ഡബിൾ കോംപ്ലിമെൻറ്റ് അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും താഴത്തെ കോംപ്ലിമെൻറ്റിൽ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇത് നോക്കി നോക്കൂ. ഒരു നാൻഡ് ഗേറ്റ് ഉണ്ട്. നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ എയും ബിയും കൊടുക്കുകയാണെങ്കിൽ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? എ ഡോട്ട് ബി ഹോൾ ബാറാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുറമേ ഒരു നാൻഡ് ഗേറ്റ് ഉണ്ടല്ലേ, ഫുൾ നോട്ട് ഓപ്പറേഷൻ. ആ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു ഇൻപുട്ട്, ഇതൊരു ഇൻപുട്ട്, ഇതൊരു ഇൻപുട്ട്, ഇതൊരു ഇൻപുട്ട്. 4 ഇൻപുട്ടുകളുള്ള ഒരു നാൻഡ് ഗേറ്റ്. ഇടയിൽ വരുന്നുണ്ടല്ലേ ഓപ്പറേഷൻ ആൻഡ് ഓപ്പറേഷനാണ്. ഇനി ഇതിൻ്റെ അകത്തെ ഒരു സെക്ഷൻ ഞാൻ എടുത്തു നോക്കിയാലോ. ഇതിൻ്റെ അകത്തും ഒരു നാൻഡ് ഓപ്പറേഷൻ വരുന്നുണ്ട് അല്ലേ. എ ഡോട്ട് സി ബാർ ഡോട്ട് ഡി ബാർ ഹോൾ ബാറാണ് വരുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു നാൻഡ് ഓപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഇത് മൊത്തത്തിൽ ഇത് ഫുള്ളായിട്ട് ഒരു നാൻഡ് ഗേറ്റ് വരുന്നുണ്ട്. ഇത് നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട്, ഇത് അടുത്ത ഇൻപുട്ട്, ഇത് അടുത്ത ഇൻപുട്ട്, ഇത് അടുത്ത ഇൻപുട്ട്. സോ 4 തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ, പിന്നെ നിങ്ങൾ ഹോൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അകത്തെ ഒരു ഇൻഡിവിജ്വൽ ടൈം നോക്കിക്കഴിഞ്ഞാലോ. ഒരു ഇൻഡിവിജ്വൽ ടൈമിൻ്റെ അകത്തും എ ഡോട്ട് സി ബാർ ഡോട്ട് ഡി ബാറാണ് വരുന്നത്. അതിന് ഹോൾ കോംപ്ലിമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് നാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാം, ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാം, ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാം, ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു നാൻഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫൈനൽ എഫ് എനിക്ക് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് നോട്ട് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. എ ബാർ സി ബാർ വരുന്നുണ്ട്. അപ്പോൾ എ ബാർ സി ബാർ നമുക്ക് നാൻഡ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം അല്ലേ. എങ്ങനെയാണ് നാൻഡ് യൂസ് ചെയ്തിട്ട് നോട്ട് കൺസ്ട്രക്ട് ചെയ്യുക? ഒരു നാൻഡ് ഗേറ്റ് എടുക്കുക, അതിൻ്റെ 2 ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ നമ്മൾ എ കൊടുക്കുക. ഇവിടെ എ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? എ ബാറാണ്. സോ എ ബാർ സി ബാർ ഡി ബാർ നമുക്ക് നാൻഡ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ ആ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സർക്യൂട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഡബിൾ കോംപ്ലിമെൻറ്റ് എടുക്കുന്നു, താഴത്തെ കോംപ്ലിമെൻറ്റിൽ മാത്രം ഡിമോർഗൻസ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നിർത്തണം. ഇനിയും വീണ്ടും ഡിമോർഗൻ അപ്ലൈ ചെയ്ത് പോകരുത്, ഒരിക്കലും എൻഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചാണ്. ഇവിടെ ഞാൻ എ കൊടുത്താൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? എ ബാർ കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ ബി കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ ബി ബാർ കിട്ടും. ഇനി
ഞാൻ ഇവിടെ സി കൊടുക്കുകയാണ്. എനിക്ക് ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ സി കൊടുക്കുകയാണ്. സി കൊടുത്താൽ എനിക്കിവിടെ സി ബാർ കിട്ടും. ഇവിടെ ഞാൻ ഡി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഡി ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ 4 വേരിയബിൾ, അതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? എക്സ്പ്രഷൻ വന്നത് എനിക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതാണ് അല്ലേ? ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട ഏതാ? എ സി ബാർ ഡി ബാർ ആണ് അതിൻ്റെ നാൻഡ് ഗേറ്റ്. സോ എ സി ബാർ ഡി ബാർ, എ സി ബാർ ഡി ബാർ. അപ്പോൾ നമുക്ക് മൊത്തം 4 നാൻഡ് ഗേറ്റുകൾ സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ ഞാൻ ആ 4 നാൻഡ് ഗേറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഫസ്റ്റത്തെ നാൻഡ് ഗേറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഇനി ആദ്യത്തെ നാൻഡ് ഗേറ്റിൽ എനിക്ക് വരേണ്ടത്, എനിക്ക് വരുന്ന ടേമുകൾ ജസ്റ്റ് താഴേക്ക് നമുക്ക് എടുത്തെഴുതാം. എഫ് ഈസ് ഈക്വൽ ടു എ ബാർ സി ബാർ ഡി ഹോൾ ബാർ ഡോട്ട് എ സി ബാർ ഡി ബാർ ഹോൾ ബാർ ഡോട്ട് ബി ബാർ സി ഡി ഹോൾ ബാർ ഡോട്ട് എ ബി സി ഹോൾ ബാർ. ഇങ്ങനെയാണ് ഫൈനൽ എക്സ്പ്രഷൻ വരുന്നത്. ഇപ്പോൾ മറ്റേ മുകളിലായതുകൊണ്ട് ഞാൻ താഴേക്ക് വരച്ചാണ്. അപ്പോൾ ഞാൻ ആദ്യത്തത് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, എ ബാർ സി ബാർ ഡി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എ ബാർ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ നാൻഡിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. എ ബാർ സി ബാർ വേണം, സോ സി ബാർ ഞാൻ കൊടുക്കുന്നു. ഡി വേണം, ഡി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുക. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ടിൽ എനിക്ക് എന്ത് കിട്ടി? എ ബാർ ഡോട്ട് സി ബാർ ഡോട്ട് ഡി ഹോൾ ബാർ എനിക്ക് കിട്ടി. ഇനി അടുത്തത് എ സി ബാർ ഡി ബാർ. ഓക്കെ, എ സി ബാർ ഡി ബാർ ഹോൾ ബാർ അത് കിട്ടി. അടുത്തത് ബി ബാർ സി ഡി, ബി ബാർ സി ഡി ഹോൾ ബാർ അതും കിട്ടി. അടുത്തത് എ ബി സി ഹോൾ ബാർ, എ ബി സി. നിങ്ങൾ കണക്ഷൻ എടുക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് എ ബി സി ഹോൾ ബാർ കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഈ ഓരോ ടൈമിനെയും ആൻഡ് ചെയ്തിട്ട് നോട്ട് ചെയ്യണം. അതായത് ഞാൻ വീണ്ടും വേറൊരു നാൻഡ് ഗേറ്റ് വരയ്ക്കണം. അതിൻ്റെ അകത്തേക്ക് 4 ഇൻപുട്ടുകളാണ് കൊടുക്കുന്നത്. ഒരു ഇൻപുട്ട് ഇത്, ഒരു ഇൻപുട്ട് ഇത്, ഒരു ഇൻപുട്ട് ഇത്, ഇൻപുട്ട്. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട്, നാൻഡ് ഗേറ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഒരു മിൻ ടേംസ് ഒക്കെ ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ, എക്സ്പ്രഷൻ വൈസ് തരികയാണെങ്കിൽ കെമാപ്പ് വെച്ച് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംപ്ലസ്റ്റ് ഫോം കിട്ടും. ആ സിംപ്ലസ്റ്റ് ഫോമിൽ കിട്ടിയിരിക്കുന്നതിൻ്റെ ഡബിൾ കോംപ്ലിമെൻറ്റ് എടുക്കുന്നു. അതിലെ താഴത്തെ കോംപ്ലിമെൻറ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നാൻഡിൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മുടെ ഇക്വേഷൻ മാറ്റാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നോട്ട് ഓപ്പറേഷനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് നാൻഡ് ആണ്. നാൻഡ് ഗേറ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്.